سليمان بن داود عليه السلام لا توفن ليلة ب100 امرأة تلد كل امرأة غلام يقاتل في سبيل الله فقال له الملك قل إن شاء الله فلم يكن ونسيا فأطاف بهن ولم تلد منهم إلا امرأة نصف إنسان قال النبي صلى الله عليه وسلم لو قال إن شاء الله لم يحنس وكان أرجى لصحاب മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. സർവ്വതും എല്ലാം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതാണ് ഉറുമ്പിന്റെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കേൾക്കാമായിരുന്നു. കാറ്റ് അധീനതപ്പെടുത്തു, ജിന്ന് എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ അവിടെ ഒരു രാത്രിയിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് രാത്രി 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. അവർ ഓരോ സ്ത്രീയും, അവിടെ നിന്ന് പറയുന്ന അവർ ഓരോ സ്ത്രീയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന കുതിരപ്പടയാളികളെ പ്രസവിക്കുന്നതാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രി 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാരുടെ അടുക്കൽ പോകും. ആ ഭാര്യമാരെല്ലാവരും ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും. അവർ മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മലക്കാണെന്ന് ചരിത്രം പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാർ, ഇത് കേൾക്കുമ്പോ കണ്ണു തള്ളിയിരിക്കണ്ട. നമ്മളെ 70 ഭാര്യമാരോ, അത് അന്നത്തെ, ഇന്ന് 4 വരെ പറ്റത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും എനിക്ക് ആൺകുഞ്ഞുങ്ങൾ ജനിക്കും. അവരെ മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഷഹീദാകുന്നതിന് വേണ്ടി ഞാൻ വിടും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതാ മനസ്സിലാക്കണ്ടേ. കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാവരും ആൺകുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു. ആ ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺകുട്ടികളെ പ്രസവിക്കുമായിരുന്നു. പക്ഷേ ആ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഒരാള് മാത്രമേ പ്രസവിച്ചു എന്ന്, ഒരാള് പ്രസവിക്കുകയും ആ കുഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവിടെ നിന്ന് പോരാടി ഷഹീദാവുകയും ചെയ്തു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയിൽ കാണാം ഈ ഹദീസ്, വെറുതെ പറഞ്ഞതല്ല. ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ അവസ്ഥ ആലോചിക്കേ. ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ഖാല ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമും കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺമക്കളെ പ്രസവിച്ചു. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമായിരുന്നു. പറയാതെ വന്നപ്പോൾ അല്ലാഹ് ഒന്നിനെ കൊടുത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, ഇൻഷാ അല്ലാഹ് ഏത് കാര്യത്തിനും പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പറയാതെ വരുമ്പോ ആ സഹായം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. പറ ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിനും എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയണം. പറഞ്ഞാൽ എന്ത് കിട്ടും?
എന്ത് കിട്ടും? അള്ളാഹുവിന്റെ സഹായം കിട്ടും. ഇല്ലെങ്കിൽ പോയി. കിട്ടിയാ കിട്ടി, മാവിൽ എറിയുന്ന പോലെ കിട്ടിയാ കിട്ടി.